നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മളൊരു ടീച്ചറാണ്. അപ്പോൾ നമ്മൾ ഒരു 25 വർഷമായിട്ട് അധ്യാപക ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഇത് ഒരു 4 വർഷമായിട്ടുള്ള ഫോട്ടോകളാണ്. ഞാനും പിന്നെ ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളുമായിട്ടുള്ള കുറച്ച് ഫോട്ടോകളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. നമ്മൾ ഡിഗ്രി, PG, BEd ഒക്കെ പഠിച്ചു. പ്രീ ഡിഗ്രി നമ്മൾ MES പൊന്നാനി കോളേജിൽ നിന്ന് പഠിച്ചു. ഡിഗ്രി സ്കോളർ കോളേജിൽ നിന്ന് പഠിച്ചു. PG നമ്മൾ MES കോളേജ് പൊന്നാനിയിൽ നിന്ന് പഠിച്ചു. പിന്നെ BEd നമ്മൾ MG യൂണിവേഴ്സിറ്റി കോട്ടയത്ത് നിന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ എംപ്ലോയ്മെൻറ്റ് വഴി നമുക്ക് പാലപ്പെട്ടി സ്കൂളിൽ ജോലി കിട്ടി. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത വർഷം കോക്കൂർ ഹയർ സെക്കൻഡറിയിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് +2 വർക്ക് ചെയ്തു. പിന്നെ കുറേ സ്കൂളുകളിൽ ഡെയിലി വേജായിട്ട് വർക്ക് ചെയ്തു. മൊത്തം സർക്കാർ സ്കൂളുകൾ 11 സ്കൂളുകൾ വർക്ക് ചെയ്തു. അത് LP, UP, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി വരെ വർക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം 20 വയസ്സ് മുതൽ നമ്മൾ പ്രൈവറ്റ് കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. PG കഴിഞ്ഞിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കോളേജുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 5 കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ BEd ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 2 അൺഎയ്ഡഡിൽ സ്കൂളുകളിൽ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെയിലി വേജായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2020 വരെ ഡെയിലി വേജായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ 4 വർഷമായിട്ട് നമ്മൾ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ. ഇവിടെ മഹിളാ സമാജം തൃക്കാവ് എന്ന് പറയും പൊന്നാനി, അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ LKG മുതൽ 10ാം ക്ലാസ് വരെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. രാവിലെ 8 മണിക്കും വൈകിട്ട് 4 മണിക്കാണ് ട്യൂഷൻ എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു 15 കുട്ടികളൊക്കെ വെച്ചിട്ട് ട്യൂഷൻ എടുക്കും. അപ്പോൾ ആ കുട്ടികളുമായിട്ടുള്ള ഫോട്ടോകളാണ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അവരുടെ കുറച്ച് ഓർമ്മകളും ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചു പോയ കുറച്ച് കുട്ടികളുടെയൊക്കെ ഫോട്ടോകളാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ നമ്മളെ കുറച്ച് ഫോട്ടോകളും ഓർമ്മകളൊക്കെ ആയിട്ടുള്ള ഫോട്ടോകളാണ് നമ്മൾ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ LKG മുതൽ 10ാം ക്ലാസ് വരെ ഇവിടെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പഠിപ്പിച്ച കുട്ടികളുടെയൊക്കെ ഫോട്ടോകളാണ് ഇതിലുള്ളത്. ഇപ്പോൾ നമ്മൾ ഇവിടെ പഠിപ്പിച്ച സ്കൂളും കോളേജിലൊക്കെ കുറേ കുട്ടികൾ, 1000-ലധികം കുട്ടികളൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടാവും മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ മൊബൈലൊക്കെ അപ്പോൾ നമുക്ക് അടുത്ത കാലത്ത് വാട്സപ്പും മൊബൈലൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. കോവിഡിൻ്റെ ശേഷമാണ് അപ്പോൾ എല്ലാവരുടെ അടുത്തും മൊബൈലൊക്കെ വന്നത്. പഠനമൊക്കെ TV മൊബൈലിലൊക്കെ ആയതിന് ശേഷമുള്ള ഫോട്ടോകൾ നമ്മളെ കയ്യിലുള്ളൂ. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ വന്ന് പഠിച്ച് പോയ കുട്ടികളാണ്. 4 വർഷമായിട്ട് നമ്മൾ പഠിപ്പിച്ച കുട്ടികളുടെയൊക്കെ ഫോട്ടോകളാണ്. നമ്മൾ എല്ലാവരുടെയും ഫോട്ടോകളില്ല, കുറച്ച് നമ്മൾ ഓർമ്മയിലെടുത്ത ഫോട്ടോകളൊക്കെ ഉള്ളൂ ഇതിൽ. അപ്പോൾ അതൊന്ന് നമ്മൾ കാണിക്കാമെന്ന് വിചാരിച്ചു. 10ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ച് പോയ കുട്ടികൾ, പല ഗ്രേഡൊക്കെ വാങ്ങിയിട്ട് പഠിച്ച് പോയ കുട്ടികളൊക്കെ ഉണ്ട്. അവരിപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ കുട്ടികളുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ 11 സ്കൂള്, 2 എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളൊക്കെ പറഞ്ഞിരുന്നല്ലോ. അവിടെയൊക്കെ പഠിച്ച കുട്ടികൾ കുറേ പേര് MTech കഴിഞ്ഞ കുട്ടികൾ, MBBS കഴിഞ്ഞ കുട്ടികൾ, MD കഴിഞ്ഞ കുട്ടികൾ, പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ബിസിനസ്സുകാർ, അങ്ങനെ പല മേഖലകളിലും ഡ്രൈവർമാർ, അങ്ങനെ പല മേഖലകളിലും ജോലി ചെയ്യുന്ന കുട്ടികളുണ്ട്. നമ്മളൊക്കെ അങ്ങനെ ചന്തപ്പടിയിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ നടന്നിങ്ങനെ വരുന്ന സമയത്തൊക്കെ ടീച്ചറെ എന്നൊക്കെ വിളിച്ച് നമ്മളെ വരാറുണ്ട്. ടീച്ചറിൻ്റെ പാലപ്പെട്ടി സ്കൂൾ പഠിപ്പിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ടീച്ചറ് പിന്നെ വെളിയും കൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ
റബ്ബറോട്ടത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. വന്നിട്ട് നമ്മളോട് വന്ന് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മൾക്ക് ട്യൂഷൻ ഇനി ആവശ്യമുള്ളവരൊക്കെ നമ്മളെ വിളിക്കുക. ട്യൂഷന് വിളിച്ചാൽ മതി, അല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾക്ക് വിളിച്ചാൽ നമ്മൾ ബിസി ആയിരിക്കും. നമ്മളെ നമ്പർ 99 46 91 24 69 ഒന്നുകൂടി പറയാം. 99 46 91 24 69 നമ്മളെ ഫോൺ നമ്പർ. നമ്മൾ മഹിളാ സമാജത്തിൻ്റെ അടുത്തൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ട്യൂഷൻ എടുക്കുന്ന ഫോൺ നമ്പറും ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി അടുത്ത ദിവസം വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.